നല്ല രുചിയാണ്. ഇഞ്ചിയുടെ എരിവും ക്യാരറ്റും സവാള എല്ലാം കൂടെ ആകുമ്പോൾ ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രുചിയാണ്. അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി, അതായത് 6 മാസത്തിനും 3 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് അങ്കണവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണ്. ഇതും കൊണ്ട് നമുക്കിന്ന് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ അമൃതം പൊടിക്കകത്തിൽ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര എന്നിവയാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ രുചികരമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ചേർക്കുന്നത് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മുറി സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിലരിയണം, ഇഞ്ചി ഒരു ചെറിയ കൂട്ടം നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മുരിങ്ങയില, പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കടുക്, ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 10 ഗ്രാം വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമുക്കെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഗ്യാസ് കത്തിച്ച് ഇന്ന് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ ഇരുമ്പ് ചീനച്ചട്ടി വെക്കുമ്പോൾ അതിലെ ഇരുമ്പിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കും. ഇനി നമുക്ക് ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു. അത് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം ഞാൻ ഈ അമൃതം പൊടി 200 ഗ്രാമാണ് എടുത്തത്. അത് നമ്മൾ ഈ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ അത് ഒരു 2 മിനിറ്റ് ചെറുതായിട്ട് ചൂടാക്കി. അതായത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം കട്ട പിടിക്കാതിരിക്കാൻ അങ്ങനെ വറുത്ത് വെച്ച പൊടിയാണിത്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ കടുകൊക്കെ പച്ചയ്ക്ക് ചതച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഗുണങ്ങളൊട്ടും നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ പച്ചയ്ക്ക് തന്നെ കടുക് ഇടണം. എന്ന് വെച്ചാൽ ഞാൻ കടുക് വറക്കുകയാണ്, എണ്ണയ്ക്കകത്തിലോട്ട് തന്നെ ഇടുകയാണ്. കടുകിട്ടു. അതിലോട്ട് വറ്റൽമുളക് നടുകെ മുറിച്ച് ഇട്ടു. എരിവ് വേണമെങ്കിൽ മാത്രമേ മുളക് ഇട്ടാൽ മതി. കറിവേപ്പില. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യം ഇടുന്നത്. ഇനി നമുക്ക് ഉള്ളി ഇടാം. പച്ചമുളക് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, പച്ചമുളക് ചെറുതായിട്ട് അരിയുമ്പോൾ നമുക്ക് അതിന് എരിവ് കുറയും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഇളക്കണം. ഇനി ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ചേരുവകൾ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് ഈ പച്ചക്കറികൾക്കൊക്കെ ഒരു ലേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ക്യാരറ്റ് മാത്രമല്ല, ഇതിനകത്ത് ബീറ്റ്റൂട്ട്, ബീൻസ്, അതേപോലെ തന്നെ ഇലക്കറികളിനകത്ത് മുരിങ്ങയില മാത്രമല്ല ഏത് ഇലകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചീരയുടെ ഇലയും എന്ത് ഇലകളുണ്ടെങ്കിലും അതെല്ലാം നമുക്കിതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന പ്രായത്തിൽ നമുക്ക് എല്ലാം കൊടുക്കണമല്ലോ. ഒരൊറ്റയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിക്കില്ല. അപ്പോൾ ഈ ചേരുവകളുടെ എല്ലാ ഗുണങ്ങളും കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ട്. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ വീടുകളിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എരിവൊക്കെ ചേർക്കുമ്പോൾ നമുക്കും കഴിക്കാമല്ലോ, അമ്മമാർക്കും കഴിക്കാമല്ലോ. അമൃതം പൊടി കൊണ്ട് നമുക്ക് കുറേ ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ വേണേലും അമൃതം പൊടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹൽവ ഉണ്ടാക്കാം, ലഡു ഉണ്ടാക്കാം, അവലേസ് പൊടി ഉണ്ടാക്കാം, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ 6 മാസത്തിന് 1 വയസ്സിനും കുറുക്ക് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ദ്രവരൂപത്തിലുള്ളത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇനി മുരിങ്ങയില ഒത്തിരി പാടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ആദ്യമേ ഇടാഞ്ഞത്. ഇനി നമുക്ക് മുരിങ്ങയില ഇടാം. മുരിങ്ങയില ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇത്രയും മരിക്കുമ്പോൾ നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇരുമ്പ് ചീനിച്ചട്ടിയല്ലേ, അപ്പോൾ അത് പെട്ടെന്നൊന്ന് ഇടാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന അമൃതം പൊടി ചേർക്കാൻ പോവാണ്, ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്കിത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ തളിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം കൂടുതലായി പോരുത്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അങ്ങ് കുഴഞ്ഞു പോയില്ലേ. അമൃതം പൊടിക്ക് ചെറിയ മധുരവും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ലേശം ഉപ്പും കൂടെ ആകുമ്പോൾ ആ മധുരം ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു തുള്ളി വെള്ളവും കൂടെ കളിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ് നിന്ന് അടച്ചു വയ്ക്കും. 1 മിനിറ്റായി. നമുക്കിനി ഇത് തുറന്ന് ഇളക്കാം. നമ്മുടെ അടിപൊളി അമൃതം പൊടി ഉപ്പുമാവ് റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. വേദന ഇല്ല, വറുത്ത പൊടിയല്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ക്യാരറ്റും ഒക്കെ നമ്മൾ വഴറ്റിയതാണ്ട് അതും എല്ലാം വെന്തത് ഈ പ്ലേറ്റിലോട്ട് നോക്കാം. നല്ല രുചിയാണ്. ഇഞ്ചിയുടെ എരിവും ക്യാരറ്റും സവാളയും എല്ലാം കൂടെ ആകുമ്പോൾ ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രുചിയാണ്. അടിപൊളി. സൂപ്പർ, അടിപൊളി, സൂപ്പർ. അമൃതം പൊടി കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ? കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും.